കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത വിഷയം എന്താ? മുഖ്യമന്ത്രി ആവോലി കഴിച്ചു. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ആവോലി അത്ര വലിയ പ്രശ്നമാണോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നല്ല രുചിയുള്ള ഒരു മീനാണ്, വറുത്താൽ നല്ല ടേസ്റ്റ് ആണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഒരു ആയുസിന്റെ അധ്വാനം മുഴുവൻ വെള്ളത്തിലൊലിച്ചു പോയി മനുഷ്യർ ക്യാമ്പുകളിലേക്ക് പായുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആവോലി തിന്നുന്നതിൽ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്ല ആര്യ, അതിനകത്ത് ആവോലി കഴിക്കുന്ന ദൃശ്യം പോലും ഇല്ലല്ലോ. ഒരു വീട്ടിലേക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരെന്തൊക്കെ ഒരുക്കണം എന്നുള്ള അവരുടെ ചോയ്സ് അല്ലേ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അദ്ദേഹത്തെ വോട്ട് ചെയ്ത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങളോട് അവരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമല്ലേ? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഞങ്ങൾ വോട്ട് ചെയ്തു, ഞങ്ങൾ നിങ്ങളെ അധികാരത്തിലെത്തി, മുഖ്യമന്ത്രി കസേരയിലേക്ക് പോലും വി ഡി സതീശൻ എത്തിച്ചു. എന്നിട്ട് ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ, കേരളത്തിന്റെ ജനങ്ങൾ ഒരു ദുരിതം അനുഭവിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ ആവോലി കഴിക്കുന്ന ചിത്രം അവർ കാണുമ്പോൾ അവർക്ക് വേദനിക്കില്ലേ? അനൂപിന് എന്ത് തോന്നുന്നു? ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു മരണം നടന്ന നമ്മൾ വീട്ടിലെ ഈ നമ്മുടെ മറ്റേതെങ്കിലും വീട്ടിൽ പോയിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ പോവോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അല്ല, ഈ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു നരേഷനിൽ എന്താ അർത്ഥം? ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുള്ള പരമ്പരാഗതമായ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി നേരിട്ട് ഫീൽഡിൽ ഇറങ്ങി ആ ദുരന്തമുഖത്ത് പോകുക എന്ന് മാത്രമല്ലല്ലോ, അദ്ദേഹം ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അത്രയും വേണം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ പറയുന്നു, ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ എത്രയോ സംവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഇതേ നിലവാരത്തിൽ കോൺഗ്രസിന്റെ പല പ്രമുഖരും പറയാറുണ്ട്, എന്താണ് ഇതൊരു ഹണിമൂൺ പീരീഡ് അല്ലേ, ഇതൊരു കൂളിംഗ് പീരീഡ് അല്ലേ, ഇങ്ങനെയൊക്കെ സർക്കാരിനെ മുഖ്യമന്ത്രിയെ വിമർശിക്കാനുള്ള സമയമായോ? 3 മാസം അധികാരം ഏറ്റെടുത്ത് തികയുന്നതിന് മുമ്പ് 3 മാസത്തിനുള്ളിൽ 300 കള്ളങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ എന്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും മുഖ്യമന്ത്രിയാണ്. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങ് ചോദിച്ചത് ആകാശമാർഗം പറക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് തീൻമേശയിലെ ആവോലിയെ കുറിച്ചാണ്. ആവോലിയെ കുറിച്ചുള്ള ചോദ്യം വന്നാൽ ആവാമെന്ന് പറയുമ്പോൾ അദ്ദേഹം നേരെ ചൂരയിലേക്ക് കടന്നു. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പ്രമുഖ ചിന്തകൻ കൂടിയായ ജേക്സി തോമസ് പറയുന്നത്, എൻ്റെ ഈ ചർച്ച കണ്ട് സ്വാഭാവികമായും ആളുകൾ ചിരിക്കുമെന്നാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും അദ്ദേഹത്തിന് ചിരി വരുന്നുണ്ടായിരിക്കാം, അങ്ങനെ ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ഓർക്കണം, സമീപകാലത്ത് സലീം കുമാറിനേക്കാൾ കൂടുതൽ മലയാളികളെ ചിരിപ്പിച്ച ഒരാളാണ് ജേക്സി തോമസ്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഇതിപ്പം ഈ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിമർശിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുടരുകയാണ്, പിന്നീട് വന്നാൽ അടുത്ത ചർച്ചയിൽ വന്ന് പറയാം. അല്ല, തുടരുന്നു എന്ന് എങ്ങനെയാണ് ഇപ്പൊ പറയാൻ കഴിയുക? അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്നാ. എങ്ങനെ എന്താ വിശ്വാസമാവില്ലേ? ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ശരി, അപ്പോഴും ഹെലികോപ്റ്റർ നിക്ഷേപവും ക്ലിയർ ആയില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. മുഖ്യമന്ത്രി പറഞ്ഞെന്താ? അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറഞ്ഞെന്താ? ഇപ്പോഴത് വിശദീകരിക്കാൻ കഴിയുന്ന ഘട്ടത്തിലല്ല, ആ ഘട്ടത്തിൽ വിശദീകരിക്കും. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? കോൺഗ്രസ് പ്രതിനിധി ഒരു ഭാഗം എന്താണ്, രാജേഷിന്റെ മരണം സൃഷ്ടിക്കുന്ന ഒരു വേദനയിൽ നമ്മൾ നിൽക്കുമ്പോൾ ചിരി വരുന്നത് ആർക്കാണ്? എനിക്കാണോ ചിരി വന്നത്? അങ്ങ് കണ്ടില്ലേ, ആ മരണം ഉണ്ടായ സമയത്ത് വണ്ടൂരിൽ 5 പേർ മരണപ്പെട്ട അതേ ദിവസം പൊന്നാനിയിൽ പോയി 15 വിഭവങ്ങളോട് കൂടിയുള്ള ആഡംബര സദ്യ കഴിച്ചപ്പോൾ ചിരി വന്നത് ആർക്കായിരുന്നു? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? കൊച്ചിയിൽ, കോട്ടയത്തെ ഞങ്ങളൊക്കെ ഈരാറ്റുപേട്ടയിലും പയ്യാനിത്തോട്ടിലും ഒക്കെ ഒരു വീട് ഇടിഞ്ഞു പൂർണ്ണമായും മണ്ണെടുത്തതിന് ശേഷം മരണപ്പെടേണ്ട വന്ന 2 ആളുകളുടെ മൃതശരീരം കണ്ടെത്തുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട പ്രവർത്തകരും അവിടെയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് മണിക്കൂറുകൾ, ചെറിയ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രിക്ക് എന്തേ തോന്നിയില്ല മണ്ണെടുത്ത മൃതദേഹങ്ങൾ, ദുരന്തത്തിലകപ്പെട്ട പ്രദേശം, അവരെ ഒന്ന് കണ്ടുകളയാം. സ്വകാര്യ ജുവലറിയുടെ ഉദ്ഘാടനമല്ല, ദുരന്തത്തിനിരയാക്കപ്പെട്ട മനുഷ്യരാണ് എനിക്ക് പ്രധാനം. ആ പ്രയോറിറ്റി എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വന്നില്ല? അതൊരു ചോദ്യമല്ലേ? എല്ലായ്പ്പോഴും പ്രസക്തമായ ചോദ്യമല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കടലിൽ കിടന്ന കോണാനെടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. നന്നാവില്ല, ഇവന്മാരൊന്നും
ജീവിതകാലത്ത് നന്നാവില്ല. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്ക് പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്.